ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ് പോകുന്നത് ഷോപ്പിങ്ങിന്. മേമ കൂടി ഉണ്ട് കേട്ടോ, പക്ഷെ ആൾ നമ്മളിവിടെ ഓണം പർച്ചേസിനല്ല, ആൾ വേറെ കുറച്ച് ഐറ്റംസ് നോക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പട്ടാമ്പിയിലാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെല്ലായി വരെ നമ്മൾ ഓട്ടോയിൽ പോയി. പിന്നെ അവിടെ കല്യാൺ സിൽക്സിൻ്റെ പുതിയൊരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറാമെന്ന് കരുതി നോക്കി. മെയിനായിട്ട് അവിടുന്ന് സാരിയാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പക്ഷെ നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു സാരി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണല്ലോ, അതിൻ്റെ ഒരുപാട് കളേഴ്സും അതുപോലെ തന്നെ മോഡൽസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മളവിടുന്ന് ഒരുപാട് സാരിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സാരി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഏട്ടൻ്റെയും ചേച്ചിയുടെയും മാരേജ് വരുന്നുണ്ട്, ആ സമയത്തേക്ക് നോക്കാമെന്ന് കരുതി. പക്ഷെ അതിൻ്റെ ഒരുപാട് കളറൊന്നും ഉണ്ടായിരുന്നില്ല, വെറും 2 കളറേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിലെ ഈ ഒരു വയലറ്റും ബ്ലൂവും കോമ്പിനേഷൻ വരുന്ന സാരി ഞങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്ക് ഏകദേശം ഒരേപോലെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അത് നോക്കിയില്ല. പിന്നെ അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ പോയത് പട്ടാമ്പിയിലുള്ള സാമിയ വെഡ്ഡിങ് സെൻറ്ററിലാണ്. സത്യം പറഞ്ഞാൽ ഈ സാമിയ വെഡ്ഡിങ് സെൻറ്റർ ഞങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പാണെന്ന് തന്നെ പറയാം. കാരണം ഞങ്ങൾ അധികം ഡ്രസ്സും എടുക്കുന്നത് അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം പോയത് സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻ നോക്കാനായിരുന്നു. സത്യം പറഞ്ഞാൽ സെറ്റ് മുണ്ട് നമുക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, കസിന് വേണ്ടിയിട്ടാണ്. അവൾ അവിടെ നിന്ന് സെറ്റ് മുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം അവിടെ ചെന്നത്. പിന്നെ നമ്മൾ റെഡിമെയ്ഡ് ടോപ്പിൻ്റെ കളക്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും 1-2 ടോപ്പുകൾ നോക്കി എടുത്തു. പിന്നെ കോഡ് സെറ്റിനും അതുപോലെ തന്നെ കോട്ടൺ ചുരിദാർ സെറ്റൊക്കെ ഒരുപാട് കളക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഞങ്ങൾ ഇതുപോലെയുള്ള സെറ്റാണ് കേട്ടോ, സെറ്റ് ചുരിദാറുകളാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് അവിടെ നിന്ന് 2-3 കളക്ഷനൊക്കെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട 2-3 ജോഡി എടുക്കുകയും ചെയ്തു. അങ്ങനെ അമ്മയും അനിയത്തിയും ബില്ലടക്കാൻ പോയ നേരം കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് ഷോ ഇറക്കുകയാണ് കേട്ടോ കണ്ണാടിക്ക് മുന്നിൽ. സാധാരണ ഞാൻ ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ എടുക്കുന്ന ഒരാളൊന്നല്ല, പക്ഷെ എനിക്കെന്തോ ആ മിറർ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് തോന്നി. പിന്നെ അവർ നേരെ ബില്ലെല്ലാം അടച്ച് വന്ന് സാധനം എല്ലാം വാങ്ങി ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം 3:30 മണിയായിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന സ്മോക്കി ഷവായ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ കയറിയിരുന്നത്. ഞങ്ങൾ ഇതിന് മുന്നേ അവിടുന്ന് ഒരു വട്ടം ഫുഡ് കഴിച്ചിട്ടുണ്ട്, ഞാനും അനിയത്തിയും. അമ്മ കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ അവിടുത്തെ മസാല ഷവായും അതുപോലെ തന്നെ റൈസും കൂടിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ മസാല ഷവായ്ക്ക്. അതേപോലെ തന്നെ അവിടുത്തെ റൈസിനും നല്ല ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അമ്മയ്ക്കും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഈ ഷോപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ വയറ് നിറച്ച് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഓണം ഷോപ്പിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഓണം പർച്ചേസൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.